അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളെ കൊണ്ട്, അസ്ഹാബുൽ ബദരീങ്ങളെ കൊണ്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്ലിസിലേക്ക് വന്ന ഓരോരുത്തരുടെയും സർവ്വവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അസ്ഹാബുൽ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ടും ഏർവാടി ശുഹദാക്കളെ ബറക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ചും അഷ്റഫുൽ ഖൽക്കായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാം പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നീണ്ട പ്രഭാഷണത്തിനുള്ള സമയം ഇതല്ല. വളരെ നല്ല ഉപദേശങ്ങൾ നൽകുവാൻ ഈ സ്ഥാപനയുടെ മുദരിസായ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ അഹ്സനി ഉസ്താദ് നമ്മുടെ വേദിയിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ കന്നഡയിലും മലയാളം ഭാഷയിൽ ഉസ്താദ് നല്ല ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു മാസം കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മുഅ്മിനുകൾക്കും വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഇനി നമുക്ക് കടന്നു വരാനുള്ളത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ തിങ്കളാണ് നമുക്കിനി സമാഗതമാകാനിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയതുപോലെ റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് തന്നെ കാരുണ്യനിധിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ലോകർക്ക് കരുണാവാളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൗലിദ് ആഘോഷിക്കലും സന്തോഷിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടലും പറയലും എഴുതലുമെല്ലാം വളരെ പുണ്യമുള്ള കാര്യമാണ്, വളരെ പുണ്യമുള്ള ഇബാദത്താണ്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവിൻ്റെ മലായിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ഓ സത്യവിശ്വാസികളെ, നിങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. വറഫഅനാ ലക ദിക്റക്, വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്മരണ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന സ്മരണകളാണ്. ലോകത്തിലുള്ള സർവ്വജീവികളും സർവ്വവസ്തുക്കളും അള്ളാഹു പടച്ച സർവ്വവസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പാടുന്നു, പ്രശംസിക്കുന്നു, പ്രകീർത്തിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആദരവ് കാണിക്കുന്നു. അതാണ് നമ്മുടെ പൂർവികരായ മഹാന്മാർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കണ്ട് ദീൻ പഠിച്ച സ്വഹാബികൾ, അവരെ കണ്ട് ദീൻ പഠിച്ച താബിയുകൾ, ശേഷം വന്ന അയിമ്മത്തുകളെല്ലാം നമുക്ക് വരച്ചു കാണിച്ചു തന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാഠനം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ആഘോഷിക്കണം എന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൗലിദ് ആഘോഷിച്ചില്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഒരു മുഅ്മിനിന് സന്തോഷമില്ല എങ്കിൽ പിന്നെ ഏത് സന്തോഷമാണ് ഒരു മുഅ്മിൻ്റെ ഹൃത്തടങ്ങളെ കുളിർമയേകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരാവണം മുഅ്മിനുകളും മുഅ്മിനാത്തുകൾ. ഇനി വരുന്ന റബീഉൽ അവ്വൽ മാസം നമ്മുടെ വീടുകളും നമ്മുടെ നാടും നമ്മുടെ പരിസരങ്ങളെല്ലാം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ട് വളരെ സജീവമാക്കേണ്ടതുണ്ട്, വളരെ നാം ഭംഗിയാക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളെ അലങ്കരിക്കണം, നമ്മുടെ പള്ളികളെ അലങ്കരിക്കണം, നമ്മുടെ നാടിനെ അലങ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതചര്യകൾ അത് നാം നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സമുദായത്തിനും പഠിപ്പിച്ചു കൊടുക്കുന്നവരാകണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്. എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. സാന്ദർഭികമായി ഇവിടെയുള്ള ആളുകളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അതിമഹത്തായ സ്ഥാപനയിൽ, ദാറുൽ അമാൻ എന്ന് പറയുന്ന ഈ അതിമഹത്തായ സ്ഥാപനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പല പരിപാടികളുമായി ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനയിൽ ഖൈറുൽ വറ എന്ന പേരിൽ വലിയ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബീഉൽ അവ്വൽ മൗലിദ് ക്യാമ്പയിൻ ഈ സ്ഥാപനയിൽ നടക്കാനിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്പസമയത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ആ ഖൈറുൽ വറ എന്ന ക്യാമ്പയിൻ അതിൻ്റെ പോസ്റ്റർ ഇവിടെ പ്രകാശനം ചെയ്യുന്നതായിരിക്കും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സ്ഥാപനങ്ങളിൽ മാത്രമല്ല, നാം എല്ലാവരും നമ്മുടെ വീടുകളിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ടും പ്രകീർത്തനങ്ങളെ കൊണ്ടും നബി തങ്ങളെ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടും നാം നമ്മുടെ മക്കളെ നല്ല ദീനീ വഴിയിൽ വളർത്താൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരു മാതാപിതാക്കൾ മക്കൾക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട വിഷയം തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതെവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതെവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതെപ്പോൾ? അങ്ങനെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഞ്ഞു മനസ്സുകളിലേക്ക് നാം അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കളിലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സ്വാഗതം പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെയുള്ള സദസ്സിലേക്ക് നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് എല്ലാവിധ സ്വാഗതം നേരുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയും നല്ല ആയുഷ്യത്തോടുകൂടെ നല്ല ആരോഗ്യത്തോടുകൂടെ ഈ സ്ഥാപനയെ മുന്നോട്ട് നയിക്കാനും നല്ല മജ്ലിസുകൾക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാഗതം നേരുന്നു. നമ്മുടെ സദസ്സിൽ ഈ സ്ഥാപനയുടെ കാര്യദർശി ബഹുമാനപ്പെട്ട കൽക്കട്ട ഉസ്താദുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായി ഈ ഭാഗങ്ങളിലൊക്കെ കർണാടകയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. ഇനിയും നല്ല നിലക്ക് നല്ല പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് കാഴ്ചവെക്കാൻ ഉസ്താദിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്താനിരിക്കുന്ന ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഹസനി ഉസ്താദ് അവർകൾക്കും എല്ലാവിധ സ്വാഗതം നേരുന്നു. അതുപോലെ നമ്മുടെ സ്ഥാപനയുടെ മുദരിസന്മാരായ ബഹുമാനപ്പെട്ട ഉനൈസ് ഉസ്താദ്, അതുപോലെ ഇമ്രാൻ മൊയ്നി അൽ അദ്നി ഉസ്താദ് നമ്മുടെ ഈ വേദിയിലുണ്ട്. എല്ലാവർക്കും ഈ മജ്ലിസിലേക്ക് വന്ന എല്ലാ മഹൽ വ്യക്തിത്വങ്ങൾക്കെല്ലാം ഒറ്റ വാക്കിൽ സ്വാഗതം നേരുന്നു. അതുപോലെ ഈ മജ്ലിസിലേക്ക് എന്നും സ്ഥിരമായി വരാറുണ്ടായിരുന്ന ദേരളഘട്ടയിലെ മുഹമ്മദാക്ക ഈ അടുത്ത് മരണപ്പെട്ടു പോയി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൻ്റെ സവാബ് അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ, ഖബർ വെളിച്ചമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ സ്ഥാപനയിലേക്ക് സംഭാവനകൾ നൽകുന്ന, ഈ സ്ഥാപനയിലേക്ക് ഇറച്ചിയും കോഴിയും ഒക്കെ തന്ന് സഹകരിക്കുന്ന ധാരാളം മുഅ്മിനാത്തുകളുണ്ട്. ഈ സ്ഥാപനയുടെ വലിയ സഹായിയായിട്ടുള്ള സൈനുൽ ആബിദ് അടക്കമുള്ളവർ നമ്മുടെ സദസ്സിലുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം വലിയ ബറക്കത്തും ഇസ്സത്തും ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. അല്ലാഹു അവരുടെ വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഹസനി ഉസ്താദിനെ വളരെ ആദരവോടുകൂടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.